ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. പ്രതികരണത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തന്റെ സ്വാധീനവും തന്റെ പണവും ഉപയോഗിച്ച് താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. താങ്കൾക്ക് അതിജീവിതയൊന്നും അറിയില്ല. താങ്കൾക്ക് അതിജീവിതമാരെ എന്താണ് അനുഭവിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയില്ല സർ. അതറിയണമെങ്കിൽ നമുക്ക് പെൺമക്കളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടാകണം. പെൺമക്കളുള്ള ഒരു മാതാവും പിതാവും താങ്കളുടെ ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യില്ല സർ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഈ വേട്ടക്കാരുടെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയുള്ളവരായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഈ വേട്ടക്കാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് താങ്കളെപ്പോലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭാഗ്യലക്ഷ്മി ഈ സംഘടനകൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വേട്ടക്കാർക്കൊപ്പമാണ് ഈ സംഘടനകൾ നിന്നത്. ആക്രമിക്കപ്പെട്ട നടിയോട്, ആക്രമണത്തിനിരയായ നടിയോട് സംസാരിക്കാൻ പോലും ഇതിൻ്റെ തലപ്പത്തുള്ളവർ തയ്യാറായില്ല എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകാനില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ട് ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ദിലീപിനെ ഇന്നലെ കുറ്റമുക്തത്തിന് പിന്നാലെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നടപടി വേഗത്തിൽ തന്നെ അണിയറയിൽ നടന്നിരുന്നു. ഇന്നലെ ഫെഫ്കയും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്നലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഉടൻ തിരിച്ചെടുക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫെഫ്കയും അത്തരം നിലപാട് സ്വീകരിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ സിനിമാ സംഘടനയിൽ നിന്ന് ഇപ്പോൾ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഥമയും ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി വെച്ചിരിക്കുന്നത്. സിനിമാ സംഘടനകൾക്കെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട് ഭാഗ്യലക്ഷ്മി. പ്രത്യേകിച്ചും അന്തിമ വിധി എന്ന നിലയ്ക്കാണ് സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്ക് പിന്നാലെ അപ്പീൽ പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നു. അപ്പോഴേക്കും ദിലീപിനെ ഇതൊരു അന്തിമ വിധി എന്ന നിലയിൽ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇത്തരമൊരു രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിഫ്ക നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അതിജീവിതയ്ക്കൊപ്പം നിൽക്കാതെ ദിലീപിനൊപ്പം നിലകൊണ്ടു എന്നുള്ള വിമർശനം ഈ ഒരു രാജിവെക്കുന്ന ഒരു വീഡിയോയിൽ ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തും അത്തരമൊരു പ്രതികരണം വരുന്നുണ്ട്. മാത്രമല്ല അമ്മ നേതൃത്വത്തിനും ശക്തമായ ഭാഷയിൽ ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. കാരണം അമ്മ നേതൃത്വത്തിലെ ചില ആളുകൾ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇനി ഒരു സംഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദിലീപ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച ആളാണ് ഭാഗ്യലക്ഷ്മി. ഈ ഒരു വിധി അമ്പരപ്പുണ്ടാക്കുന്ന ഒരു വിധിയാണ്. മാത്രമല്ല ആ വിധിയുടെ പശ്ചാത്തലത്തിൽ പൊടുന്നനെ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് സജീവമാകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ അതിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിമർശനമെല്ലാം തന്നെ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയൊരു സംഘടനയുടെ ഭാഗമല്ല എന്നും ഭാഗ്യലക്ഷ്മി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെഫ്കയിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഫെഫ്കയുടെയും സിനിമാ സംഘടനകളുടെയും ഒക്കെ തലപ്പത്തുള്ളവർക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിലകൊണ്ട ഭാഗ്യലക്ഷ്മി ഇന്നലെ ഈ വിധി വരുമ്പോൾ അതിജീവിതയ്ക്കൊപ്പമായിരുന്നു. തൃശ്ശൂരിലെ വസതിയിലായിരുന്നു ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വളരെ ശക്തമായ ഭാഷയിൽ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനമാണ് ഭാഗ്യലക്ഷ്മി ഉയർത്തിയിരുന്നത്. തുടക്കം മുതൽ ഈ വിധി വരുന്നത് വരെ നിലപാട് മാറ്റാത്ത അപൂർവം പേരിൽ ഒരാളാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയാണിപ്പോൾ ഈ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇനി ഒരു സംഘടനയിലും ചേരാനില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിലപാട് വ്യക്തമാക്കട്ടെ. അതുവരെ ഏതായാലും ആരെയും കുറ്റവിമുക്തയാക്കുന്നതിനില്ല എന്ന നിലപാടാണ് ഭാഗ്യലക്ഷ്മി സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.